ഹായ്, ദിസ് ടീജിൽ കല്ലിങ്ങൽ പ്രീമിയം ഓട്ടോമോട്ടീവ് കൺസൾട്ടൻറ്റ് ഡെൽറ്റ ഗാസ്. നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഹോണ്ട എലിവേറ്റ് ആണ്. നോക്കിയാലോ. അദ്ദേഹം ഒരു അഡ്വക്കേറ്റ് ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ ഓപ്ഷനെക്കാട്ടി ഇഷ്ടമുള്ള രീതിയിലേക്ക് കൺവേർട്ട് ചെയ്തൊരു യൂണീക്ക് ലുക്കിലേക്ക് കൊണ്ടുവരിക ഇൻറ്റീരിയർ എന്നുള്ളതാണ്. അതുപോലെ എക്സ്റ്റീരിയറിൽ കുറച്ച് മാറ്റങ്ങളും. അപ്പോൾ നമുക്ക് നോക്കാം അതെങ്ങനെയാണ് നിങ്ങൾക്ക് യൂസ് ആവുക, എങ്ങനെയാണ് നിങ്ങൾ എലിവേറ്റ് ആണെങ്കിൽ പുതിയൊരു വണ്ടി സെലക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, ഇനി എങ്ങനെ നമുക്ക് ആ രീതിയിലേക്ക് മാറ്റാൻ കഴിയും, അതിൽ ഏതൊക്കെ ബെസ്റ്റ് പ്രൈസാണ്, ഏതൊക്കെയാണ് നല്ല ക്വാളിറ്റി, നോക്കിയാലോ. നമുക്ക് എല്ലാവർക്കും അറിയാം വണ്ടി ഒരു ഇൻറ്റീരിയർ ലുക്ക് പെർഫെക്റ്റ് ആയാൽ മാത്രമാണ് നമ്മുടെ വണ്ടി ഓടിക്കുമ്പോൾ ഒരു പോസിറ്റീവ് ലുക്കും അങ്ങനെ ഹാപ്പിനെസ്സും വരാനായിട്ട് സാധിക്കുള്ളൂ. കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു നോർമൽ ഇൻറ്റീരിയർ ആയിരുന്നു ആ വണ്ടിയിൽ ഉണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞ പോലെ അദ്ദേഹത്തിന് ഒരു യുണീക്ക് ലുക്കിലേക്ക് കൊണ്ടുവരുന്നത് വളരെയധികം ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ നമുക്കൊരു ടാൻ കളറിലേക്ക് അത് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിച്ചു. നമുക്ക് നോക്കാം. ചെയ്തതിനൊക്കെയുള്ള ലുക്ക് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയേ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പോർട്ടി ലുക്കും അതുപോലെ തന്നെ ക്ലീൻ ആയിട്ടുള്ള ഒരു നല്ലൊരു ആംബിയൻസും അതിൽ പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിച്ചു ഈ കളർ കോമ്പിനേഷൻ കൊണ്ട് തന്നെ. നമ്മളിതിലേക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ആർട്ടിഫിഷ്യൽ ലെതറായിട്ടുള്ള നല്ല അടിപൊളി മെറ്റീരിയലാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഫിറ്റിംഗ് ആയിക്കോട്ടെ ഫിനിഷിംഗ് ആയിക്കോട്ടെ ഒരു ഓൾ ഓവർ ലുക്കും ഒരു കിടിലൻ ലുക്കാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അടുത്തായിട്ട് പറയാനുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും ആഗ്രഹിക്കുന്ന കാര്യമായിരിക്കും ഇത് ഈസി ആയിട്ട് നമുക്ക് ക്ലീൻ ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ കുട്ടികളൊക്കെ ആയിട്ട് യാത്ര ചെയ്യുമ്പോൾ ഫുഡ് വേസ്റ്റ് കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈസി ആയിട്ട് ക്ലീൻ ചെയ്യണം, ഡ്യൂറബിൾ ആയിരിക്കണം, ലോങ് ലാസ്റ്റ് ചെയ്യണം. ഇതിന് ഏറ്റവും പറ്റുന്ന ഒരു അടിപൊളി മെറ്റീരിയൽ തന്നെയാണ് നമ്മളിതിലേക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങളുടെ വണ്ടി ഏത് വണ്ടിയായാലും നമുക്കതിൽ ഇൻറ്റീരിയറിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് സീറ്റ് കവർ ചേഞ്ച് ചെയ്യുക എന്നുള്ളത്. ഇത് നമുക്ക് ഏത് വണ്ടിയായിക്കോട്ടെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. എയർ ബാഗ് ഉള്ളതാണെങ്കിലും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. കാരണം എയർ ബാഗിന് വേണ്ടി പ്രൊട്ടക്ഷന് വേണ്ടി പ്രത്യേകം നമുക്കൊരു പാക്കേജ് സീറ്റ് കവർ തന്നെ വരുന്നുണ്ട്. അതുപോലെ പലർക്കുള്ള സംശയമാണ് ബഡ്ജറ്റ് റേഞ്ച് എങ്ങനെ വളരെ ചീപ്പസ്റ്റ് പ്രൈസിന് കിട്ടുമെന്നുള്ളത്. ഞാൻ പറയണമെങ്കിൽ നിങ്ങളുടെ വണ്ടിയുടെ ഇൻറ്റീരിയർ മാത്രമല്ല നിങ്ങൾ ഡ്രൈവ് ചെയ്യുന്നത് നിങ്ങളുടെ കംഫർട്ടാണ് കുറയ്ക്കുക. ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടുള്ള ഒരു ക്വാളിറ്റി എടുത്തിടുമ്പോൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഇവിടെ 16 വർഷമായതുകൊണ്ട് തന്നെ നല്ല ടെക്നിക്കലി പ്രൊവൈഡ് ചെയ്യുന്ന പ്രൊഫഷണൽ ആയിട്ടുള്ള മെറ്റീരിയലും മാൻ പവറും വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് കാലം ലാസ്റ്റ് ചെയ്യുന്ന നിങ്ങളുടെ വണ്ടി ഓടിക്കുമ്പോൾ ഹാപ്പി ആയിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽ ഇട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു അഫോർഡബിൾ റേറ്റ് ആയിരിക്കില്ല, നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ നല്ല ലോങ് ലാസ്റ്റ് ചെയ്യുന്ന ഗുഡ് പ്രൈസിലായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവുക. അതുപോലെ പലർക്കും സംശയം ഉണ്ടായിരിക്കും എന്തിനൊക്കെയാണ് നമുക്ക് വാറണ്ടി പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത്. നമ്മുടെ മെറ്റീരിയൽ ഡാമേജ് വരിക, അതായത് ഒരുപാട് ചൂടടിച്ച് ദ്രവിച്ചു പോവുക, കളർ ചേഞ്ച് വരിക, ഇതിനൊക്കെയാണ് നമുക്ക് വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. 1 ഇയർ മുതൽ 8 ഇയർ വരെ നമ്മൾ വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത്രയും നല്ല മെറ്റീരിയൽ ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റാണ് നമ്മൾ സെർവ് ചെയ്യുന്നത്. പലർക്കുള്ള സംശയമാണ് നിങ്ങൾക്കും ഉണ്ടായിരിക്കും ഇത് ഹീറ്റ് വരുന്ന മെറ്റീരിയലാണോ, അതുപോലെ പുറത്തിട്ട് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് സ്മെല്ല് വരുമെന്നുള്ളത്. നമ്മളിത് പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു നല്ല മെറ്റീരിയലാണ്. അത് ഹീറ്റ് റിഡക്ഷൻ വളരെയധികം കുറയ്ക്കുന്ന മെറ്റീരിയലാണ്. ഒരിക്കലും ചൂട് വരില്ല എന്നുള്ളത് നമുക്ക് ഒരിക്കലും പറയാനായിട്ട് സാധിക്കില്ല. കാരണം ഇപ്പോഴത്തെ കാലാവസ്ഥ ചൂട് അത്രയുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ കുറയുന്ന ഹീറ്റ് വളരെയധികം കുറയുന്ന ഒരു ടൈപ്പ് മെറ്റീരിയലാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരിക്കലും ഒട്ടും ഹീറ്റ് വരാത്ത ഒരു മെറ്റീരിയലും ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ അല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അത് പറയുന്നത് വെറും ഫേക്ക് ആയിരിക്കും. അതുപോലെ എങ്ങനെയാണ് ഇൻറ്റീരിയർ കളർ സെലക്ട് ചെയ്യുക എന്നുള്ളത് വളരെയധികം സംശയമുള്ള സംഭവമാണ്. 2 രീതിയിൽ നമുക്ക് കളർ സെലക്ട് ചെയ്യാം. ഒന്ന്, നമ്മുടെ വണ്ടിയുടെ ഇൻറ്റീരിയർ കളർ ഏതാണോ മാച്ച് വരുന്നത് അതേ രീതിയിൽ തന്നെ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് ചെയ്യാനായിട്ട് സാധിക്കും. അതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് ഒറ്റ ചേഞ്ചും നിങ്ങൾക്ക് തോന്നില്ല, അതേപോലെ തന്നെ സെയിമായി തോന്നും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ വണ്ടിയുടെ ഇൻറ്റീരിയർ കളറിനോട് ഒട്ടും മാച്ച് അല്ലാത്ത വേറൊരു രീതിയിലൊരു കളർ എടുത്ത് ചെയ്യുക. അപ്പോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു സ്പോർട്ടി ലുക്കും വണ്ടിയുടെ ഇൻറ്റീരിയർ തന്നെ ഒരു ചേഞ്ച് വന്നായിട്ട് ഫീൽ ചെയ്യും. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ഫെറാറി, ലംബോർഗിനി അങ്ങനെ ഒരു പ്രീമിയം ആയിട്ടുള്ള കാർസിലെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത്. പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നിങ്ങളുടെ സീറ്റ് കവർ വളരെ ടൈറ്റായിട്ടിരിക്കുമോ, കമ്പനി സീറ്റ് എങ്ങനെയാണോ അതിനേക്കാൾ കൂടുതൽ ടൈറ്റ് ആയിരിക്കുമോ എന്നുള്ളത്. അത് വളരെ തികച്ചും ഒരു തെറ്റായ ധാരണയാണ്. കാരണം നിങ്ങളാ ചെയ്യുന്ന സീറ്റ് കവർ കമ്പനി സീറ്റിനെ പൊളിച്ചിട്ടാണ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും ഈ സീറ്റ് ലാസ്റ്റ് ചെയ്യില്ല. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ എന്തെങ്കിലും വണ്ടി കൊടുക്കുന്ന സമയത്ത് ഈ സീറ്റ് ഉപയോഗിക്കാനും പറ്റാത്ത കണ്ടീഷനായി മാറും. അടുത്ത എല്ലാവർക്കും ഉള്ള സംശയമാണ് ഇത് ചെയ്യാനായിട്ട് എന്തോരം സമയം വേണമെന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ 2 ഡേയ്സാണ് നമ്മളൊരു വണ്ടി ബുക്കിങ്ങിനായിട്ട് എടുക്കാറ്. നമ്മൾ ഫസ്റ്റ് ഡേ വന്ന് ഡിസൈൻ സെലക്ട് ചെയ്തതിനു ശേഷം കസ്റ്റമൈസ് ചെയ്ത ഡിസൈൻ സെലക്ട് ചെയ്ത ശേഷം നമ്മൾ അഡ്വാൻസ് പേയ്മെൻറ്റ് ഫുള്ളി നിങ്ങൾ പെയ്ഡ് ചെയ്യും. അതിനുശേഷം നമുക്കൊരു എന്നാണോ കസ്റ്റമർ കൺവീനിയൻ്റ് ഉള്ള ദിവസം അന്ന് വന്ന് കൊണ്ടിട്ട് കഴിഞ്ഞാൽ നമുക്ക് 2 ഡേയ്സിനുള്ളിൽ ഈ വർക്ക് കഴിഞ്ഞ് പോകാവുന്നതാണ്. എന്തിനാണ് 2 ഡേയ്സ്? എല്ലാവർക്കും ഉള്ള സംശയമായിരിക്കും എന്തിനാണ് 2 ഡേയ്സ്? ആമസോണിൽ നിന്ന് മേടിക്കുമ്പോൾ ഒരു അരമണിക്കൂർ കൊണ്ട് കിട്ടും. അതുപോലെ തന്നെ ലോക്കൽ വർക്ക്ഷോപ്പിൽ നിന്ന് നമുക്ക് ഒരു 3 hours കൊണ്ട് കിട്ടും. ഇതല്ലേ നിങ്ങൾ 2 hours കൊണ്ട് ചെയ്യുന്നതാണ് പലരും ചോദിക്കാറുള്ളത്. ഞാൻ പറയാനുള്ളത് ഇത്ര മാത്രമാണ്, ഇത് ചെയ്യുന്ന ഒരു മാനുവൽ ആയിട്ടുള്ള ഒരു ഫംഗ്ഷനിലൂടെയാണ്, ഒരിക്കലും ഒരു ഓട്ടോമേറ്റഡ് അല്ല. അപ്പോൾ എന്തെങ്കിലും ചെറിയ എറേഴ്സ് വരാനുള്ള സാധ്യത ഉണ്ട്. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഫുള്ളി പെർഫെക്റ്റ് ആക്കി നിങ്ങൾക്ക് റിട്ടേൺ തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 2 ഡേയ്സ് എടുക്കുന്നത്. അതുപോലെ ഈ 2 ഡേയ്സിലേക്കുള്ള ഒരു കാരണം കൂടിയാണ് നമ്മുടെ വണ്ടി എന്ന് പറയുന്നത് എല്ലാ വണ്ടികളുടെയും ഒരേ യൂണീക്ക് സൈസ് ആയിരിക്കില്ല. പല സൈസിലായിരിക്കും വണ്ടികൾ വരിക. അതുപോലെ പല ഡിസൈൻസ് ആയിരിക്കും കസ്റ്റമൈസ് ചെയ്യുക. ഇതെല്ലാം നിങ്ങളുടെ ഓർഡർ അനുസരിച്ച് കസ്റ്റമൈസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുക.
അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ടൈമും വരുന്നത്. അപ്പോൾ നിങ്ങളുടെ വണ്ടി പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഗുഡ് കണ്ടീഷനിൽ ലോങ് ലാസ്റ്റ് ചെയ്ത് ഉപയോഗിക്കണമെങ്കിൽ എന്തായാലും ഒരു ടൈം ആവശ്യം തന്നെയാണ്. ഇത് കൂടാണ്ട് നിങ്ങളുടെ വീട്ടിൽ കുറച്ച് പെറ്റ്സ് ഉണ്ട്, അതുപോലെ നിങ്ങളുടെ വണ്ടിയിൽ എന്തെങ്കിലും ഫയർ വരിക, ഫ്ലഡ് വരിക, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്ക് നമ്മുടെ വാറണ്ടിയിൽ ഇൻക്ലൂഡഡ് അല്ല. പക്ഷേ അതും നിങ്ങൾക്ക് സേവ് ചെയ്യാനായിട്ട് നമ്മുടെ ഒരു പ്രൊട്ടക്ഷൻ പ്ലാനും അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ സേഫായിട്ട് വണ്ടി ഓടിക്കുക, ഹാപ്പി ആയിട്ട് വണ്ടി ഓടിക്കുക, ഇൻറ്റീരിയർ ലുക്കാക്കുക. അടുത്തായിട്ട് നമുക്ക് നോക്കാൻ പോകുന്നത് നമ്മുടെ വണ്ടിയുടെ സൈഡ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള സൈഡ് ഗാർഡാണ്. ഇത് വണ്ടിയുടെ ലുക്ക് ഒട്ടും കളയാൻ തന്നെ ഒരു കിടിലൻ ലുക്കായിട്ട് പ്രൊവൈഡ് ചെയ്തിട്ട് തന്നെ സൈഡ് പ്രൊട്ടക്ഷൻ നൽകിയിട്ടുണ്ട്. അപ്പോൾ എന്തിനാണ് സൈഡ് പ്രൊട്ടക്ഷൻ വെക്കുന്നത് പലർക്കുള്ള സംശയമാണ്. ഇത് വെച്ചാൽ നമ്മുടെ വണ്ടിയുടെ ലുക്ക് പോകുന്നുള്ളൊരു സംശയമാണ്. ഒട്ടും ലുക്ക് പോവില്ല, കാരണം ഇത് ഓരോ വണ്ടിക്കും സ്പെഷ്യലൈസ് ചെയ്ത് വരുന്ന സംഭവമാണ്. പിന്നെ ഇതെങ്ങനെയാണ് നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്? പല സ്ഥലത്തും നമ്മൾ ഡോർ തുറക്കുമ്പോൾ കല്ലിൽ വെച്ച് തട്ടാറുണ്ട്, പല വണ്ടികളും നമ്മുടെ വണ്ടിയിൽ തട്ടാറുണ്ട്. അതുപോലെ പല നാരോ പാർക്കിംഗ് അതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ വണ്ടി പാർക്ക് ചെയ്യുമ്പോൾ പ്രശ്നങ്ങൾ വരാറുണ്ട്. ഫ്ലാറ്റ്, അതുപോലെ വില്ലാസ്, അതുപോലെ തന്നെ നിങ്ങളുടെ ഹോസ്പിറ്റൽസ്, മാളുകൾ, ഇവിടെയൊക്കെ വളരെ നാരോ ആയിരിക്കും പാർക്കിംഗ് വരുന്നത്. ഇതൊക്കെ ഡോറുകൾ തട്ടി സ്ക്രാച്ച് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു പ്രാവശ്യം നിങ്ങൾക്ക് പെയിൻറ്റ് ചെയ്യണമെങ്കിൽ ഒരു 3000 മുതൽ ഒരു 10,000 വരെ ചിലവുണ്ട്. ഇത് മാത്രം പോരാ, നിങ്ങളുടെ ടൈമും വളരെ അമൂല്യമാണ്. അപ്പോൾ ഇതൊക്കെ സേവ് ചെയ്യാനായിട്ട് സൈഡ് പ്രൊട്ടക്ഷൻ വളരെ ആവശ്യമാണ്. അപ്പോൾ നിങ്ങളുടെ വണ്ടി ഇതുപോലെ നല്ല കിടിലൻ ലുക്കിലേക്ക് മാറ്റാനും അതുപോലെ പുതിയ അപ്ഡേഷനും വേണ്ടി ഏറ്റവും നല്ലൊരു അഡ്വൈസറെ തന്നെ നേടുക. വെറുതെ ഒരു ചീപ്പസ്റ്റ് പ്രൈസിലേക്ക് പോയി നിങ്ങളുടെ വണ്ടി മോശമാക്കേണ്ട, ഡ്രൈവ് കംഫർട്ട് ആക്കണമെങ്കിൽ മാത്രം. അപ്പോൾ ദിസ് രീതിയിൽ കഴിഞ്ഞെങ്കിൽ പ്രീമിയം ഓട്ടോമോട്ടീവ് കൺസൾട്ടൻറ്റ് ഡെൽറ്റ കാർസ്. ബൈ.